മതമില്ലാത്തത് കൊണ്ടാണോ ഫിൻലാൻഡിൽ സന്തോഷമുള്ളത്? പലപ്പോഴും ഇന്ത്യക്കാർക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് മതമില്ല അല്ലെങ്കിൽ ആത്മീയ പ്രസ്ഥാനങ്ങളില്ല, ഇതുകൊണ്ടാണ് ഫിൻലാൻഡിൽ സന്തോഷം. അങ്ങനെയല്ല. ഫിൻലാൻഡിൽ സന്തോഷമുള്ളത് കൊണ്ടാണ് പലപ്പോഴും മതത്തിനോ സാമുദായിക സംഘടനകൾക്കോ വേണ്ട രീതിയിൽ ആത്മീയ പ്രസ്ഥാനം അടക്കമുള്ളവർക്കോ പ്രാധാന്യമില്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ അവരെ ആശ്രയിക്കാതെ പോകുന്നത്. ഫിൻലാൻഡ് വലിയൊരു ചർച്ച് ഗോയിങ് നേഷൻ ഒന്നുമല്ല. ലൂത്തറൻ, ക്രിസ്ത്യാനികളിലെ ലൂത്തറൻ സഭയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. പക്ഷെ അവർ തന്നെ സ്വയം വിളിക്കുന്നത് ലേസി ചർച്ച് ഗോയേഴ്സ് എന്നാണ്. അതായത് ഞങ്ങൾ വളരെ ലേസിയാണ് ചർച്ചിൽ പോകാൻ. മതത്തിന് പ്രാധാന്യം കുറവാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ മതമില്ലാത്തതുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നതല്ല. സന്തോഷം ധാരാളം ഉള്ളതുകൊണ്ട് മതത്തിന് പ്രസക്തി, സമുദായത്തിന് പ്രസക്തി, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മതസ്ഥാപനങ്ങളെയും സാമുദായിക സ്ഥാപനങ്ങളെയും ആശ്രയിക്കുന്ന മനുഷ്യന്റെ വിഷമത്തിന് പരിഹാരം മതത്തിലൂടെയും സമുദായത്തിലൂടെയും കാണുന്നൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല. ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയോടൊക്കെ വളരെ താല്പര്യമുള്ളൊരു നാടാണ്. നമ്മുടെ യോഗ, മെഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു താല്പര്യവും മറ്റും വരുന്നുണ്ട്. അപ്പോൾ ഫിൻലാൻഡിനെ കുറിച്ച് കൂടുതൽ നമുക്കറിയാം. ഫിൻലാൻഡിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ചില അബദ്ധജടിലമായ ഫാഷനബിൾ തെറ്റിദ്ധാരണകളുണ്ട്. ഫിൻലാൻഡിന്റെ നന്മകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ ഇന്ത്യയുടെ പല നന്മകൾ അവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ഫിൻലാൻഡ് ഇന്ത്യ കൊളാബറേഷൻ വർദ്ധിപ്പിക്കേണ്ടത്.